2 വർഷത്തെ പ്രണയം, ജോലിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ബ്രേക്കപ്പായി. ആ സങ്കടത്തിൽ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛന്റെ വക ചീത്തവിളിയും. ശിവ ഒരു ഇന്റീരിയർ ഡിസൈനറാണ്. ചെന്നൈയിൽ ഒരു ജോലി ശരിയായിരുന്നെങ്കിലും ശമ്പളം കുറവായതുകൊണ്ട് അവൻ പോയിരുന്നില്ല. പക്ഷേ അച്ഛന്റെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു രാത്രി ദേഷ്യത്തിന് അവൻ വീട് വിട്ട് ചെന്നൈയിലേക്ക് പോയി. അങ്ങനെ ചെന്നൈയിൽ കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കാൻ ശിവ വല്ലാതെ കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അധിക വരുമാനത്തിനായി അവൻ ബൈക്ക് പൂളിംഗ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ വെച്ച് മിത്ര എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. മിത്ര ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവൾക്ക് 10 മാസം മുമ്പ് ഒരു ജോലി കിട്ടിയെങ്കിലും അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരാൻ കാത്തിരിക്കുകയാണവൾ. മിത്ര ചെന്നൈയിൽ നിൽക്കുന്നത് അവളുടെ അച്ഛന് തീരെ ഇഷ്ടമല്ല. എപ്പോഴും നാട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ശിവമിത്രയുടെ ഹോസ്റ്റൽ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മിത്രയെ ആദ്യമായി കാണുന്നത്. ഈ ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടിയെ ഞാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു, പക്ഷേ ആ കുട്ടി തരാനുള്ള പണം എനിക്ക് വന്നില്ല എന്ന് ശിവമിത്രയോട് പറഞ്ഞു. ശിവ തന്റെ നമ്പർ മിത്രയ്ക്ക് കൊടുത്തിട്ട് ആ പെൺകുട്ടിയോട് 60 രൂപ അയക്കാൻ പറയാൻ ആവശ്യപ്പെട്ടു. ശരിയെന്ന് മിത്ര സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പൈസ അയച്ചതാണ്, ഇനി എന്തിനാണ് പിന്നെയും കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടി ശിവയുടെ നമ്പർ വാങ്ങിയില്ല. പിറ്റേന്ന് അച്ഛൻ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് മടങ്ങാൻ മിത്ര തീരുമാനിച്ചു. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ടാക്സി നോക്കിയപ്പോൾ ഒരെണ്ണം പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് ശിവ തന്ന നമ്പർ അവളുടെ ഓർമ്മയിൽ വന്നത്. ശിവ ഒരു ടാക്സി ഡ്രൈവറാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ ശിവയെ വിളിച്ചു. തന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ടാക്സി ഓടിക്കുന്നതല്ല, പൂളിംഗ് ചെയ്യുന്നതാണ് എന്ന് ശിവ പറഞ്ഞെങ്കിലും ഇന്നലെ കിട്ടാനുള്ള 60 രൂപയും കൂടി തരാമെന്ന് മിത്ര പറഞ്ഞപ്പോൾ ശിവ സമ്മതിച്ചു. ശിവ ബൈക്കുമായി എത്തി മിത്രയെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. ആ പോകുന്ന വഴിയിൽ അവർ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി ശിവ തിരിച്ചുപോയി.